ഫിഷിംഗ് ബാറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ കരിമീൻ തീറ്റയുടെ കൂട്ടാണ്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചെറിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ പുതിയ വീഡിയോകൾക്കായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം. മൈദപ്പൊടി നമുക്ക് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ്. നമുക്ക് ഗ്യാസ് അടുപ്പ് ഓൺ ചെയ്യാം. അതിലേക്കൊരു മൺചട്ടി വെച്ചെടുത്ത് നമുക്ക് ചൂടാക്കി എടുക്കാം. ഈ കരിമീൻ തീറ്റയുടെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഐറ്റമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. കണ്ടോ, ഉണക്കച്ചെമ്മീനാണ് നമ്മൾ ഇതിൽ. ഈ തീറ്റയുടെ സ്പെഷ്യലായിട്ടുള്ള കൂട്ടാണ് ഉണക്കച്ചെമ്മീൻ. ഉണക്കച്ചെമ്മീൻ നന്നായിട്ട് മൊരിച്ചെടുക്കണം. അതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് ഇത് മൊരിഞ്ഞാലേ നന്നായി പൊടിയുള്ളൂ. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലേക്ക് മാറ്റിയിടാം, അല്ലെങ്കിൽ മുഴുവനായിട്ടും കരിഞ്ഞു പോകും. ഇനി മൊരിഞ്ഞ ചെമ്മീന് അമ്മയിലിട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം. നന്നായി പൊടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായി മൊരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയിലിട്ട് കഴിഞ്ഞാൽ വേഗം അരയും. ഇപ്പോൾ ചെമ്മീൻ പൊടി നന്നായിട്ട് പൊടിഞ്ഞുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിടാം. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പൊടിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ പൊടിയാണ്. ചെറിയ ചെമ്മീൻ്റെ പൊടി നമ്മൾ ഇപ്പോൾ ഉണക്കി പൊടിച്ചതാണ്. ചട്ടിയിലിട്ട് വറുത്ത് ഉണക്കി പൊടിച്ചതാണ്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക.
ഇനി നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ വാഴയുടെ ഇലയിൽ വെച്ചിട്ട് ഈ കരിമീൻ തീറ്റ നന്നായിട്ട് പരത്തി ചുട്ടെടുക്കേണ്ടതുണ്ട്. നമ്മൾ വാഴയുടെ ഇലയിൽ പരത്തിയിട്ട് ചുട്ടെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കരിമീൻ തീറ്റ പെട്ടെന്ന് തന്നെ ഹുക്കുമെന്ന് വേർപെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒറ്റ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തീറ്റ ചുട്ടെടുക്കുന്നത്. ഹുക്കുമെന്ന് തീറ്റ പെട്ടെന്ന് വേർപെട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ചുട്ടെടുക്കുന്ന കാര്യം നിർബന്ധമായിട്ട് ചെയ്യുന്നത്. മടക്കി കൊടുക്കുക. ഇതിൻ്റെ അരികു ഭാഗമൊക്കെ നന്നായിട്ട് ഒപ്പാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം. അതിലേക്ക് മൺചട്ടി വെച്ചൊന്ന് ചൂടാക്കി എടുക്കണം. ഇനി നമ്മൾക്ക് ഈ മടക്കി വെച്ചിട്ടുള്ള കരിമീൻ തീറ്റ നന്നായിട്ടൊന്ന് ചുട്ടെടുക്കണം. ഇതിന് കുറച്ച് സമയമാവും. കരിയാനും പാടില്ല, എന്നാൽ വേവ് കുറയാനും പാടില്ല. അങ്ങനത്തെ രീതിയിൽ നമ്മൾക്കത് ചുട്ടെടുക്കണം. തീറ്റ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കരിമീൻ തീറ്റ വേവ് കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീൻ പൊടിയൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ടുള്ള കരിമീൻ തീറ്റ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ കരിമീൻ തീറ്റ. ഈ കരിമീൻ തീറ്റ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല അടിപൊളി റിസൾട്ടുള്ള കരിമീൻ തീറ്റയാണ്. ചെമ്മീൻ പൊടി കരിമീനിന് നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ള കരിമീൻ തീറ്റയാണ്. കറക്റ്റ് വേവ് പാകമാണ്.